മലപ്പുറം പെരുമണ്ണയിൽ 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിപൂർവമായ ഇടപെടൽ കാരണം നഷ്ടപ്പെട്ടുപോയ തൻ്റെ സൈക്കിൾ വീണ്ടെടുക്കാൻ പറ്റി. ആദം റൈഹാനാണ് തൻ്റെ മദ്രസയിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ നിർത്തിയ സൈക്കിൾ കാണുന്നില്ല. ഉടനെ ആ കുട്ടി ഉസ്താദുമാരോട് എന്ന് പറഞ്ഞു, ക്യാമറ ഉണ്ട്, അവരോട് ക്യാമറ നോക്കാൻ പറഞ്ഞു. അവർ ക്യാമറ കുറച്ച് നോക്കിയപ്പോൾ അവർ അതിൽ കാണാത്തതുകൊണ്ട് അവർ പറഞ്ഞു വൈകുന്നേരം നോക്കാമെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ ജീവനാണ് സൈക്കിള്. അവൻ്റെ വാപ്പാടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് വാർത്തയിൽ. അതുകൊണ്ട് പുള്ളി അങ്ങനെ ഉസ്താദ് വൈകുന്നേരം നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു. ആ കുട്ടി അവിടെയുള്ള 2 ആക്രിക്കടകളിൽ ചോദിച്ചു, പഴയ സൈക്കിള് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന്. ബുദ്ധി കണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ കടയിൽ ചെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളി ഈ കൊച്ചിന് സൈക്കിൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ തൻ്റെ മുമ്പിൽ കൂടെ തന്നെ സൈക്കിൾ കൊണ്ട് പോകണുണ്ടപ്പോൾ കൊച്ച് പുറകെ പോയി. അന്നേരം പിടിച്ചപ്പോൾ അയാൾ കൈ തട്ടി വിട്ടു. ഈ കൊച്ച് എന്ത് ചെയ്തു? ഉന്തി വെച്ച് കൊടുത്തപ്പോൾ അയാൾ വെള്ളത്തിൽ ചടിപ്പി. അങ്ങനെ പിന്നെ നാട്ടുകാരൊക്കെ വന്ന് അയാളെ കെട്ടിയിട്ടു. സ്കൂളിലൊക്കെ കുട്ടിക്ക് നല്ല ആദരവൊക്കെ കിട്ടി. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് പിന്തുടർന്ന് പോയി ഇതുപോലെ പിടിക്കാൻ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കുക. അവരുടെ കയ്യിൽ വല്ല ആയുധങ്ങളുണ്ടാവാം, മോഷ്ടാക്കളാണ്. അവർ ഇപ്പോൾ കൊന്നിട്ടാണ് ഗോവാമാത്തിനായിരിക്കും നടക്കണത്. എന്താണെങ്കിലും വാർത്താ ചാനലുകാർ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്, ഇങ്ങനെയൊക്കെ പോകാം, ഇങ്ങനെ ആക്രിക്കടയിൽ ചെന്ന് ചോദിക്കണം എന്നുള്ള ബുദ്ധിയൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, യൂട്യൂബൊക്കെ കണ്ട് മനസ്സിലാക്കിയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടല്ലേ. നമ്മളെപ്പോഴും പിള്ളേർ ഫോണിലാന്ന് പറയുമ്പോൾ ഉപകാരപ്രദമായ ചില കാര്യങ്ങളും പിള്ളേർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു തവണ ഒരു കുട്ടി ഒരു കാറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. ആ കുട്ടി എന്ത് ചെയ്താൽ കാറ് ലോക്കായി പോയി, തുറക്കാൻ പറ്റുന്നില്ല ഡോറ്. അപ്പോൾ പുറത്ത് നിന്ന് ഫാദർ ഇങ്ങനെ ഭയങ്കര ബഹളം വയ്ക്കുന്നു, ആൾക്കാരൊക്കെ ഓടിക്കൂടി. അവസാനം അവിടെ നിന്നൊരാൾ മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബിൽ ഇതെങ്ങനെ തുറക്കാം ലോക്കായ, അങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കണം ആ കുട്ടീനെ. അങ്ങനെ അതനുസരിച്ച് ആ ഡോറ് തുറന്ന് ആ കുട്ടിയെ രക്ഷിച്ചു. അപ്പം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഇങ്ങനത്തെ പ്രയോജനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അല്ലേ. ആദ്യത്തിന് തൻ്റെ മാതാപിതാക്കളുടെ വേർപ്പിൻ്റെ ഫലം അറിയാം, അധ്വാനത്തിൻ്റെ ഫലം മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുട്ടി ആ സൈക്കിൾ വിട്ട് കളയാതെ. പിന്നെ എപ്പോഴും സൈക്കിളിൽ തന്നെയാണെന്നാണ് പറയണത് ആ കുട്ടിയുടെ പിതാവിൻ്റെ വിഭവത്തിൽ. അതുകൊണ്ട് അത് വിട്ട് കളയാൻ ഒരിക്കലും തയ്യാറാവില്ലല്ലോ. അവനൊക്കെ ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ലേ. ഈ കൊച്ചു പിള്ളേരുടെ വണ്ടിയും അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി ആണോ ജീവിക്കണത്? തൊഴിലിനാന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലേക്ക് വരും. തൊഴിൽ ചെയ്യാൻ വന്ന എന്ത് തൊഴിലാണ്? മോഷണമാണോ തൊഴിൽ? അയാൾ എന്തെങ്കിലും ജോലി എവിടെയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി കൊടുത്ത ആൾക്കാരുടെ മനസ്ഥിതി എന്ന് ഓർത്തു. ഈ ആളൊക്കെ ഇങ്ങനെ മോഷണമൊക്കെ നടത്തി കഴിയുമ്പോൾ ഉള്ള അവർക്കും പൊല്ലാപ്പല്ലേ ഇങ്ങനെയുള്ള ഓരോ വയ്യാവലികൾ വലിച്ചു വെച്ചിട്ട്. ആ വാർത്ത കണ്ട വീഡിയോയുടെ താഴേക്ക് കണ്ടായിരുന്നു ഈ കുട്ടീനെ പോലീസിലെടുക്കണം എന്നൊക്കെ പറഞ്ഞ്. വലുതാവുമ്പോൾ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ആദത്തിന്.